സ്നേഹമുള്ള കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും എക്സാമൊക്കെ വളരെ എളുപ്പമായെന്ന് വിശ്വസിക്കുന്നു. നല്ല മാർക്കിനായിട്ട് നിങ്ങൾ കാത്തിരിക്കുകയാണ്. ചില ബോർഡിൻ്റെയൊക്കെ റിസൾട്ടൊക്കെ എത്തിക്കാണും. അപ്പം എല്ലാവർക്കും പ്രത്യേകമായിട്ട് എല്ലാ ആശംസകളും അറിയിക്കുന്നു. തുടർന്നുള്ള നമ്മുടെ പഠനത്തിൽ ദൈവത്തിൻ്റെ വലിയ കൃപയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം, 10 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആകെ ഒരു ടെൻഷനാണല്ലോ. ഏത് സ്ട്രീം എടുക്കണമെന്ന് പറഞ്ഞ് നമുക്ക് ആകെ ഒരു ടെൻഷനാണ്. ഞാൻ കൊമേഴ്സ് എടുക്കണോ, അല്ലെങ്കിൽ ആർട്സിലേക്ക് പോകണോ, അല്ലെങ്കിൽ ഞാൻ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് സ്ട്രീമിലേക്ക് പോകണോ, അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയിലേക്ക് പോകണോ, അല്ലെങ്കിൽ ഞാൻ എല്ലാം കൂടി എടുത്താലോ, ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ആൻഡ് മാത്സും കൂടി എടുത്താലോ എന്ന് പറഞ്ഞാൽ നമുക്ക് ആകെ ഒരു കൺഫ്യൂഷനാണ്. നമ്മൾ ഒത്തിരി പേരോടൊക്കെ ചോദിക്കും. ഈ സ്ട്രീം സെലക്ഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കരിയറിൻ്റെ ഒരു ഫൗണ്ടേഷനാണ് സ്ട്രീം സെലക്ഷൻ. ഏത് സ്ട്രീം ഞാൻ എടുക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? അതുകൊണ്ട് നമ്മൾ കറക്റ്റ് നല്ലൊരു ചോയ്സ് ആണെങ്കിൽ നമുക്ക് മുന്നിലേക്ക് പോകുമ്പോൾ വളരെ നന്നായിട്ട് പോകാനും നമുക്ക് സന്തോഷത്തോടു കൂടി നമ്മുടെ പ്രൊഫഷനിൽ നമുക്ക് ജോലി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ സാധാരണ നമ്മൾ ഈ ഒരു മേഖലയിലേക്ക് വരുമ്പോൾ പ്രത്യേകമായിട്ട് നമ്മൾ ചെയ്യുന്ന ചില മിസ്റ്റേക്കുകളുണ്ട്. അതാണ് നമ്മൾ ഇന്ന് ആദ്യത്തെ എപ്പിസോഡിൽ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം, സ്നേഹമുള്ള കൂട്ടുകാരെ, നമ്മുടെ കൂട്ടുകാരെ നോക്കി നിങ്ങൾ സ്ട്രീം എടുക്കല്ലേ. ചിലപ്പോൾ എൻ്റെ കൂട്ടുകാരൻ ഫിസിക്സ് കെമിസ്ട്രി മാത്സിൽ വളരെ എക്സലൻ്റ് ആയിരിക്കാം. ഞാൻ മാത്സിലും ഫിസിക്സിലും വീക്കാണ്. ഞാൻ PCM എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഫെയിലാവും. കാരണം നമ്മൾ നമ്മുടെ കഴിവ് നോക്കി, കൂട്ടുകാരെ നോക്കി ഒരിക്കലും നമ്മൾ പോയേക്കരുത്. ആ കാര്യമാണ് ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലരും കുറേ അഭിപ്രായങ്ങൾ നമ്മളോട് പറയും. നമ്മൾ പറയുന്നത് നമ്മുടെ അയൽവക്കത്തെ ഇന്ന ചേട്ടൻ്റെ മോൻ PCMB എടുത്തു, ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് എടുത്ത് പഠിച്ചു ഭയങ്കര നിലയിലായി. ആ ചേട്ടൻ്റെ മോൻ അല്ലെങ്കിൽ മോള് ഫിസിക്സിലും കെമിസ്ട്രിയിലും മാത്സിലും ഒക്കെ വളരെ എക്സലൻ്റ് ആയിട്ട് വളരെ കൃത്യമായിട്ട് സ്കോർ ചെയ്യുന്ന വ്യക്തിയായിരിക്കും. ആളെടുത്ത് ചിലപ്പോൾ സക്സസ് ആവും. നമ്മളത് എടുത്ത് നോക്കിയിട്ട് സക്സസ് ആവണമെന്നില്ല. നമ്മൾ നമ്മുടെ കഴിവിനെ കുറിച്ചാണ് കൂടുതൽ ശ്രദ്ധ. അതുകൊണ്ട് നമ്മൾ കൂട്ടുകാരെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിങ്ങനെയുള്ള കമൻറ്റുകൾ കേൾക്കുക, നല്ല കാര്യങ്ങൾ സ്വീകരിക്കേണ്ടത്, നമ്മളെക്കുറിച്ച് തന്നെ കൂടുതൽ നമ്മൾ ബോധവാന്മാരായിരിക്കും. അതാണ് ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്. അടുത്ത ഒരു കാര്യം, ഇനി എന്തായിരിക്കും ഞാനെനിക്ക് ഇത്രയും മാർക്ക് എനിക്ക് കിട്ടി, ഞാൻ ഈ സ്ട്രീം എടുത്തു കഴിഞ്ഞാൽ നാട്ടുകാർ അല്ലെങ്കിൽ എൻ്റെ അയൽവക്കക്കാർ എന്ത് വിചാരിക്കും? അവരെന്തെങ്കിലും വിചാരിച്ചോട്ടെ. എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ ഒരു സ്ട്രീം സെലക്ട് ചെയ്തേക്കല്ല. അടുത്ത കാര്യം എന്താണ്? 10 മാർക്ക് വെച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സ്ട്രീം സെലക്ട് ചെയ്തിട്ടുണ്ട്. 10 എനിക്ക് ഹിന്ദിക്ക് ഭയങ്കര മാർക്ക് കിട്ടി, അതുകൊണ്ട് ഞാൻ ഇനി ഹിന്ദി ലിറ്ററേച്ചറൊക്കെ എടുത്ത് അങ്ങോട്ട് പോവാം. പക്ഷെ 10 ഹിന്ദി, 11 ഹിന്ദി, 12 ഹിന്ദി, ഗ്രാജുവേഷൻ്റെ ഹിന്ദി, മാസ്റ്റേഴ്സിൻ്റെ ഹിന്ദി അല്ലെങ്കിൽ PhDക്ക് പോകുമ്പോൾ അത് ഭയങ്കര വ്യത്യാസമാണ്. 10 നമുക്ക് ചിലപ്പം ഫുൾ A+ കിട്ടിക്കാണും, 100 ഓഫ് 100ൽ 100 കിട്ടിക്കാണും. പക്ഷെ എന്താണ്? ഇത് നമ്മൾ ശ്രദ്ധിക്കണം. ആ ഒരു ബേസ് ചെയ്ത് നമ്മുടെ കഴിവ്, നമ്മൾ ഏതാണ് വീക്ക്, നമ്മുടെ സ്ട്രെങ്ത് ഒക്കെ കണ്ടുപിടിക്കണം. എന്നിട്ട് വേണം സ്ട്രീം സെലക്ട് ചെയ്യാനായിട്ട്. അവസാനം എന്താണ്? നമ്മളൊരു കരിയർ ഓപ്ഷൻ, നമ്മൾ കരിയറിനെ കുറിച്ച് നമ്മൾ ഇനി മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ എടുക്കും. കരിയർ ഓപ്ഷനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ടൊരു ധാരണയുണ്ടായിരിക്കണം. കുറേ കാര്യങ്ങൾ നമുക്കറിയാമെങ്കിൽ 2-3 ഇന്ന കാര്യങ്ങൾ എനിക്ക് താല്പര്യമുണ്ട് എന്നൊക്കെ ഈ എക്സാം കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ ഇരുന്ന് കണ്ടുപിടിക്കണം. ഏതൊക്കെ കരിയറാണ് സാധ്യതകളുള്ളത്, അത് എത്രമാത്രം ഇൻട്രസ്റ്റ് എനിക്ക് എടുക്കാനായിട്ട് പറ്റും, എനിക്കതിൽ വല്ല കഴിവുകളുണ്ടോ, എനിക്കതിൽ ടാലൻ്റ് ഉണ്ടോ, ആ രീതിയിൽ കണ്ടെടുക്കാനായിട്ട് സാധിക്കണം. ആ കാര്യം ഒന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചേക്കണം. അതാണ് നമ്മുടെ കരിയർ സ്ട്രീമിൻ്റെ ആദ്യത്തെ എപ്പിസോഡിൽ പറയാനുണ്ട്. ഈ 4-5 മിസ്റ്റേക്കുകൾ നമ്മൾ കാണിക്കാതിരിക്കുക, പ്രോപ്പറായിട്ടുള്ള കരിയർ സെലക്ട് ചെയ്യുക. ഒരു സ്നേഹമുള്ള കൂട്ടുകാരെ, നല്ലൊരു കരിയർ സെലക്ഷനായിട്ട് എല്ലാവർക്കും ആശംസിക്കുകയാണ്. നമ്മൾ മിസ്റ്റേക്ക് ചെയ്യാതെ നല്ല പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. നല്ല കോളേജുകളിൽ അഡ്മിഷൻ കിട്ടട്ടെ, നല്ല ഫ്യൂച്ചർ ഉണ്ടാകട്ടെ. അതിനായിട്ട് ദൈവം നിങ്ങളെ പ്രത്യേകമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.